ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറച്ചധികം നാളായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു കൊറിയൻ ആന്തോളജി മൂവിയാണ് കാണാൻ പോകുന്നത്. ഒരു 5-6 കഥകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത ഒരു സൗത്ത് കൊറിയൻ ആന്തോളജി ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ബോഡി പാർട്സ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഇരുട്ടുമൂടിയ ഒരു അപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. അവിടെ തിരികളൊക്കെ കത്തിച്ചു വെച്ച് ഒരു കൂട്ടം ആളുകള് എന്തൊക്കെയോ മന്ത്രവാദ ചടങ്ങുകളൊക്കെ ചെയ്യുന്നു. ആ കൾട്ട് ഗ്രൂപ്പിലെ ആളുകളുടെ മുഖത്തെല്ലാം തന്നെ വിചിത്രമായ രീതിയിൽ എന്തോ മന്ത്രങ്ങൾ എഴുതുന്നുണ്ട്. എന്നീ റിച്വൽ ചെയ്യുന്നത് മൊത്തം 6 പേരാണ്. അവർ ഈ പ്രാർത്ഥനാ ചടങ്ങില് ആ സാത്താനെ കുറെ സമ്മാനങ്ങളൊക്കെ കൊടുക്കും. പകരം അവർക്ക് എന്താഗ്രഹം വേണമെങ്കിലും ചോദിച്ചു മേടിക്കാം. എല്ലാവരും കുഞ്ഞു കുഞ്ഞു പെട്ടികളിലെ എന്തൊക്കെയോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അക്കൂട്ടത്തില് ഇതാണ് നമ്മുടെ ഈ ചിത്രത്തിലെ കഥാനായിക സിയോങ്. ഒരു ജേർണലിസ്റ്റ് ആണ്. അവളൊരു പത്രപ്രവർത്തകയാണ്. ആ കൾട്ട് ഗ്രൂപ്പില് മറ്റാർക്കും തന്നെ ഇക്കാര്യം അറിയില്ല. സിയോങ് ആണെങ്കിൽ ഇങ്ങനൊരു കൾട്ട് ഗ്രൂപ്പിനെ കുറിച്ചറിഞ്ഞ് അതിന് പിന്നിലെ സത്യങ്ങൾ തെരഞ്ഞിറങ്ങിയതാണ്. ഇവരെ സാത്താൻ ആരാധിക്കുന്നുണ്ട്, മനുഷ്യരെ ബലി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കേട്ട് നായിക അതിന് പിന്നിലെ സത്യങ്ങൾ തെരഞ്ഞു വന്നിരിക്കുക. സിയോങ്ങിന്റെ ബാഗിൽ ഒരു ഹിഡൻ ക്യാമറയുണ്ട്. പിന്നെ ഇയർപീസ് വഴി സിയോങ് തന്റെ ബോസുമായിട്ട് സംസാരിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചോയ്, അതായത് ബോസ്, അവളെ കാത്ത് ആ ബിൽഡിങ്ങിന്റെ വെളിയിൽ കാത്തു നിൽക്കാട്ടോ. ഇവിടെ ആ കൾട്ട് ഗ്രൂപ്പിലെ ബോൺഗിൽ എന്നൊരാള് അവരുടെ ഈവിൾ ഗോഡിന് വേണ്ടി ഒരു സമ്മാനം കൊടുക്കുന്നു. അതൊരു കുഞ്ഞു ബോക്സ് ആണ്. അതിനകത്ത് എന്താന്നറിയില്ല. എന്തായാലും ആ ബോക്സിന് പിന്നിലെ ബാക്ക് സ്റ്റോറിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ഒന്നാമത്തെ കഥയുടെ പേരാണ് സ്റ്റിങ്. ഒരു അപ്പാർട്ട്മെന്റ് മുറിക്കകത്ത് ഫ്ലോർ നിറയെ ബ്ലഡ് ആണ്. തൊട്ടടുത്ത് ഒരു കത്തി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിന എന്നൊരു പെൺകുട്ടി ഒരു പെർഫ്യൂം ബോട്ടിലെടുത്ത് അതിനെ കുറ്റപ്പെടുത്തി എന്തൊക്കെയോ പിച്ചും ബിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം കാരണം നീയാണ്. ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് മിന തന്റെ ചെവിയൊക്കെ മുറിച്ചു മാറ്റി. ആ മുറിവൊക്കെ ടേപ്പൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. താൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാത്രമല്ല, മിനയ്ക്ക് തന്റെ തലയ്ക്കുള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് പോലെ ശബ്ദങ്ങൾ കേൾക്കാം. ഇതൊക്കെ കേട്ടിരിക്കാൻ പറ്റാതെ മിന താഴെ കിടന്നിരുന്ന ആ കത്തി എടുക്കുന്നുണ്ട്. തന്റെ ചെവി മുറിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, മിന ഒന്ന് സ്റ്റോപ്പായി. അവള് താഴേക്ക് നോക്കുമ്പോ തന്റെ ഒരു ചെവി അവിടെ കിടക്കുന്നുണ്ട്. ഇനി സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നതാണോ? ഒരിക്കലുമല്ല. അവൾ ആ പിശാചിന്റെ ശബ്ദങ്ങൾ കേട്ടിരിക്കാൻ വയ്യാതെ ആ കത്തിയെടുത്ത് തന്റെ ദേഹത്തേക്ക് കുത്തി അവിടെ തന്നെ മരിച്ചു വീഴാണ്. അപ്പൊ തന്നെ മീനയുടെ ദേഹത്ത് നിന്ന് ഒരു കറുത്ത പുക, ഒരു ഈവൾ എൻറ്റിറ്റി പുറത്തേക്ക് പോയി. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനില് കുറച്ച് നഴ്സിംഗ് സ്റ്റുഡൻസിനെയാണ് നമ്മളെ കാണിക്കുന്നത്. ഈ ടാഹി എന്ന പെൺകുട്ടി കുറച്ചു മുൻപ് കണ്ട മിന എന്ന പെൺകുട്ടിയുടെ അയൽവാസിയാണ്. തൊട്ടടുത്ത താമസക്കാരിയായിരുന്നു. പത്രത്തിൽ വന്നിരിക്കുന്ന ന്യൂസ് എന്താന്ന് വെച്ചാല് മിന എന്ന സ്ത്രീ ഒറ്റപ്പെടല് സഹിക്കാൻ കഴിയാതെ സൂസൈഡ് ചെയ്തു എന്നാണ്. ഈ വാർത്ത വായിച്ച ടാഹിയുടെ സുഹൃത്തുക്കൾക്ക് ആകെ അമ്പരപ്പായി. ആ സ്ത്രീ നിന്റെ അയൽക്കാരിയായിരുന്നില്ലേ? നിങ്ങൾ തമ്മിൽ മിണ്ടാറൊന്നുമില്ലേ? അയൽക്കാരായിട്ട് സംസാരിക്കാറില്ല? അതെന്തായാലും നാണക്കേടായിപ്പോയി. എന്നാൽ ടാഹിക്കാണെങ്കില് മിന എന്ന സ്ത്രീയെ അറിയത്തില്ല. എന്തിന്, അവരുടെ പേര് പോലും അറിയില്ല. അന്ന് വൈകിട്ട് ടാഹി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഓൺലൈൻ വഴി ഒരു സെക്കൻഡ് ഹാൻഡ് വാനിറ്റി മിറർ വാങ്ങുന്നുണ്ട്. അത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ജോജി അവളെ സഹായിക്കുന്നുണ്ട്. ടാഹിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ കൂട്ടുകാരനെ തന്റെ വീടിനകത്തേക്ക് കയറാൻ തന്നെ അവള് സമ്മതിക്കില്ല. ഇല്ലില്ല, കുഴപ്പമില്ല, ഞാനിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം, നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുക. ഇത് കേട്ട് ജോജി ഒന്ന് അമ്പരന്ന് പോയി. ഇത്രയും ദൂരം താനിത് ചുമന്നോണ്ട് വന്നിട്ട് ഇവളിതെന്താ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നേ? അവൻ ഉടനെ തന്നെ അടുത്ത നമ്പർ ഇട്ട് നോക്കും. ആ, കുഴപ്പമില്ലല്ലേ, എനിക്ക് കുറച്ച് വെള്ളം കിട്ടോ കുടിക്കാൻ? എന്നാലും ടാഹി അവനെ അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. എന്റെ വീട് മൊത്തം അലങ്കോലായിട്ട് കിടക്കുവാണ്. താഴെ ചെന്ന ഒരു കടയുണ്ട്, അവിടെ ചോദിച്ചാ മതി, വെള്ളം കിട്ടും, ടാറ്റ ബൈ ബൈ എന്നും പറഞ്ഞ് അവൾ ആ ഡോർ അടയ്ക്കാണ്. ജോജി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞ് ടാഹി ആ കണ്ണാടിയും മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ ഡ്രോവർ തുറന്നു നോക്കുമ്പോ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതും ആ പെർഫ്യൂം ബോട്ടില്. ഈ ഒരു മേശ മറ്റാരുടേതുമല്ല, മരിച്ചുപോയ മിനയുടെയാണ്. ഇതൊന്നും ടാഹിക്ക് അറിയില്ലല്ലോ. അവൾ ഉടനെ തന്നെ ആ പെർഫ്യൂം ബോട്ടിലെടുത്ത് അടിച്ചു നോക്കി. വളരെ നല്ല സ്മെല്ലാണ്. അവൾക്കത് ഒരുപാട് ഇഷ്ടമായി. ആ മുറി മുഴുവനും അവളെ പെർഫ്യൂം അടിക്കുന്നുണ്ട്. അവൾ ആ പെർഫ്യൂമിന്റെ സ്മെല്ലിൽ അങ്ങനെ മയങ്ങിപ്പോയി ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ ബോട്ടിലിനകത്തു നിന്ന് കറുത്ത പുക പോലെ എന്തോ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ഈവിൾ എൻറ്റിറ്റി ടാഹിയുടെ ദേഹത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ തന്നെ പുള്ളിക്കാരിയുടെ ബോധം പോയി. പിന്നീട് അടുത്ത ദിവസം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ടാഹി കണ്ണു തുറക്കുന്നത്.
ഇന്നലെ രാത്രി നടന്ന ഒരു കാര്യങ്ങളും അവൾക്ക് ഓർമ്മയില്ല. ഇന്നലെ ക്ലാസ്സിൽ വെച്ച് ജോജി അവളോട് പുറത്തേക്കൊന്ന് പോവാം, സിനിമയ്ക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ടാഹി ഉടനെ തന്നെ റെഡിയായി അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങി. നമുക്ക് പോകുന്ന വഴിക്ക് ഒരു കപ്പ് കോഫി കുടിച്ചാലോ? ജോജി അവളോട് കൂടുതൽ അടുക്കാനായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്താണ് ടാഹിയുടെ ഫോണിലേക്ക് പരീക്ഷയുടെ റിസൾട്ട് വരുന്നത്. അവള് എക്സാമിൽ തോറ്റിരിക്കുകയാണ്. ടാഹിയെ കൊണ്ട് അത് വിശ്വസിക്കാനേ വയ്യ. മുഖമൊക്കെ മാറാൻ തുടങ്ങി. അവൾ ഇക്കാര്യം ജോജിയോട് പറയില്ല. എനിക്കിന്ന് സിനിമയ്ക്ക് പോവണ്ട, നമുക്ക് കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്യാം, അത് മതി. ഇത് കേട്ട് ജോജി ഒത്തിരി ഹാപ്പിയായി. എന്തായാലും നമുക്ക് കുറേ നേരം സംസാരിച്ചോണ്ടിരിക്കുകയല്ലോ. ഈ സമയം ഒരു കറുത്ത പുക ടാഹിയുടെ മൂക്കിലേക്കും വായിലേക്കും ചെവിയിലേക്കൊക്കെ കേറി പോകുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ അവൾക്ക് ആ കാറിനകത്ത് ഇരിക്കാൻ പറ്റാതായി. വല്ലാത്തൊരു ദുർഗന്ധമാണ്, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ജോജി, നീ ഈ കാറ് വാഷ് ചെയ്യാറില്ലേ? ഈ ചോദ്യം കേട്ട് ജോജി ഒന്ന് അമ്പരന്നു. എന്തുപറ്റി? എനിക്കൊന്നും ബാഡ് സ്മെല്ല് കിട്ടുന്നില്ലല്ലോ. എന്തോ ചീഞ്ഞു നാറുന്ന സ്മെല്ലാണ്. നീ ആദ്യം ഈ കാർ ഒന്ന് വാഷ് ചെയ്യ്. ഞാൻ ക്ലാസ്സിലേക്ക് പോവാന്നും പറഞ്ഞ് ടാഹി കോളേജിലേക്ക് പോവാണ്. ഈ സമയം ടാഹിയുടെ മറ്റു 2 സുഹൃത്തുക്കള് അവള് എക്സാമില് തോറ്റ കാര്യം അറിഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്ക്. അങ്ങനെ തന്നെ വേണം. അവൾ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് അവളെ കളിയാക്കി കൊല്ലണം. ഈ സമയം ടാഹി ആ മുറിയിലേക്ക് വന്നു. അവളടിച്ച പെർഫ്യൂമിന്റെ സ്മെല്ല് കാരണം കൂട്ടുകാരികള് അവളെ കളിയാക്കാൻ തന്നെ മറന്നുപോയി. കൊള്ളാലോ, ഇത് ഏത് ബ്രാൻഡാണ്? ഇതിനൊന്നും ടാഹിയെ കൊണ്ട് മറുപടി പറയാൻ വയ്യ. കാരണം അവൾക്ക് ആ മുറിക്കകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അവിടെ മൊത്തം ബാഡ് സ്മെല്ലാണ്, കൂട്ടുകാരികളെയും നാറുന്നുണ്ട്. ഇക്കാര്യം അവരോട് പറയാൻ പറ്റുമോ? നല്ല ഇടികിട്ടില്ലേ? ഒടുക്കം അവള് സഹിക്കാൻ പറ്റാതെ മൂക്കൊക്കെ പൊത്തി പിടിച്ചു നോക്കി. ഇല്ല, അവളെ കൊണ്ട് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. വേഗം തന്നെ മൂക്കും പൊത്തി പിടിച്ചുകൊണ്ട് ആ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. ടാഹിയുടെ അടുത്തേക്ക് ആര് വന്നാലും ബാഡ് സ്മെല്ലാണ്. ഉടനെ തന്നെ അവള് വീട്ടിലേക്ക് തിരിച്ചെത്തി ആ പെർഫ്യൂം അടിക്കുന്നു. അപ്പോഴാണ് ടാഹിക്ക് ഒന്ന് ശ്വാസം ഒന്ന് നേരെ വീണത്. ഓരോ 5 മിനിറ്റ് കൂടുന്തോറും അവൾ ആ വീട് മുഴുവനും പെർഫ്യൂം സ്പ്രേ ചെയ്തോണ്ടിരുന്നു. അവൾക്ക് ആ വീടിനകത്തല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ പെർഫ്യൂമും തീർന്നുപോയി. പിന്നെ പറയണോ, ടാഹിയെ കൊണ്ട് ആ വീടിനകത്തെ സ്മെല്ല് സഹിക്കാൻ പറ്റാതായി. അവള് ദിവസം മുഴുവനും കുളിച്ചോണ്ടേയിരുന്നു. എന്തിന് അവസാനം ദേഹത്തെ തൊലിയൊക്കെ ഇളകി പോവാൻ തുടങ്ങി. ആ വേദനയൊന്നും ടാഹിയെ കൊണ്ട് അറിയാൻ പറ്റുന്നില്ല. അന്ന് വൈകിട്ട് ജോജി അവളെ തെരഞ്ഞ് അപ്പാർട്ട്മെന്റിലെത്തി. കാരണം കുറച്ചു ദിവസങ്ങളായിട്ട് അവള് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ലല്ലോ. കുറെ നേരം ഡോറിൽ തട്ടി നോക്കി. എന്നിട്ടും ആ വീടിനകത്ത് നിന്ന് യാതൊരു അനക്കവുമില്ല. ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. അവൻ പതിയെ വീടിനകത്തേക്ക് കയറി. അതിനകത്ത് വെട്ടം വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഫുഡ് വേസ്റ്റും പാത്രങ്ങളൊക്കെ ചെതറി കിടക്കുകയാണ്. ജോജി ആ മുറിയിലേക്ക് കയറിയ ഉടനെ തന്നെ ആ മുറിയുടെ ഡോറ് തനിയെ അടയുന്നുണ്ട്. അവൻ എത്ര ശ്രമിച്ചിട്ടും ഡോറ് തുറക്കാനും പറ്റുന്നില്ല. ഈ സമയം തൊട്ടടുത്തുള്ള ബാത്റൂമിൽ നിന്ന് ടാഹി തനിയെ സംസാരിക്കുന്നത് കേൾക്കാം. അവൾ ആ ഇരുട്ടത്ത് നിന്ന് എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്. ടാഹി, നീ ഓക്കെയാണോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ അതും പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയതും ജോജിയുടെ കാലില് ഒരു ചില്ല് കഷ്ണം കയറി. അവനത് ക്ലീൻ ചെയ്യാനായിട്ട് താഴെ കിടന്നിരുന്ന ടിഷ്യൂ എടുക്കാൻ നോക്കുമ്പോ ദേ താഴെ ഫ്ലോറില് മനുഷ്യന്റെ ബോഡി പാർട്സ് കിടക്കുന്നുണ്ടാവും. അത് നാവാണോ അതോ മൂക്കാണോ എന്നറിയില്ല. അത് കണ്ടതോടുകൂടി ജോജിയുടെ കിളി പോയി. എന്റെ അമ്മയെന്നും പറഞ്ഞ് അവൻ ആ ഡോറൊക്കെ എങ്ങനെയൊക്കെ വലിച്ച് പറിച്ച് തുറക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. ഈ സമയം അവിടെയുള്ള കബോർഡിനുള്ളിൽ നിന്ന് ടാഹി പുറത്തേക്ക് ഇറങ്ങി വന്നു. മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു പ്രേതത്തെ പോലെ. ഇവനങ്ങനെ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുക. ടാഹി, നിനക്ക് എന്താ പറ്റിയത്? ഈ സമയം അവൻ ടാഹിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ കാണുന്നത് അവള് തന്റെ സ്വന്തം മൂക്ക് തന്നെ മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഈ ബാഡ് സ്മെല്ലൊന്നും സഹിക്കാനാവാതെ അവള് തന്റെ മൂക്ക് തന്നെ മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. അപ്പോ ആ ഫ്ലോറിൽ ഉണ്ടായിരുന്നത് അത് ടാഹിയുടെ മൂക്കാണ്. ടാഹി ആണെങ്കില് വളരെ വിചിത്രമായ രീതിയിൽ എന്തൊക്കെയോ പിച്ചും പിയൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുന്നുണ്ട്. ജോജിക്കാണെങ്കിലോ പേടിച്ചിട്ട് നിൽക്കാനും വയ്യ. അടുത്ത സെക്കൻഡിൽ തന്നെ അവള് ചിരിക്കാൻ തുടങ്ങി. താഴെ കിടന്നിരുന്ന ഗ്ലാസ് പീസ് എടുത്ത് അവനെ ആക്രമിക്കുകയാണ്. പിന്നെ പിടിവലിയായി ബഹളമായി. വേറൊരു വഴിയില്ലാതെ അവൻ ആ പെർഫ്യൂമിന്റെ ബോട്ടിലെടുത്ത് അവളെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ടാഹിയുടെ ബോധം പോയി. ഒരു വിധത്തില് അവൻ ആ ഡോറും തുറന്ന് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിന് പകരം അവൻ പെട്ടെന്ന് തന്നെ എമർജൻസിക്ക് ഫോൺ ചെയ്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് അവൻ ഈ അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ് അറിയത്തില്ല. അവൻ ആ അഡ്രസ് തെരയുന്ന നേരം കൊണ്ട് തന്നെ അവിടെ ബോധമില്ലാതെ താഴെ കിടന്നിരുന്ന ടാഹിയെ ഇപ്പൊ കാണുന്നില്ല. അടുത്ത സെക്കൻഡില് ടാഹി അവന്റെ അടുത്തേക്ക് പാഞ്ഞൊരു വരവാണ്. അവനെ ആ ഗ്ലാസ് വെച്ച് ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ജോജി മരണപ്പെടുന്നു. ആ ഈവിൾ എന്റിറ്റി ടാഹിയുടെ ദേഹത്ത് നിന്ന് പോകുന്നു. അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്ത്
പ്രസന്റിലേക്ക് തിരിച്ചു വരുമ്പോ ആ കൾട്ട് നടക്കുന്ന സ്ഥലമാണ് നമ്മളെ കാണിക്കുന്നത്. ആ ബോക്സിനകത്തുള്ളത് നമ്മുടെ ടാഹിയുടെ മൂക്കാണ്. അവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയം റിപ്പോർട്ടർ ചോയ് നായികയോട് ഇയർബഡ്സ് വഴി സംസാരിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചോയ്ക്ക് കാണാം, കേൾക്കാം. സിയോങ്, നീ ആ ക്യാമറയായിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വാ. അവള് പതിയെ ആർക്കും ഡൗട്ട് തോന്നാത്ത രീതിയിൽ മുറുകി പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോ ഈ കൾട്ട് ഗ്രൂപ്പ് അപകടകാരികളാണോ, സിയോങ് ആപത്തിലാണോ, ഇതൊന്നും റിപ്പോർട്ടർ ചോയ്ക്ക് പ്രശ്നമല്ല. ഇവിടെ ഒരു പ്രശ്നമുള്ളതായിട്ട് നായിക കൊണ്ട് കണ്ടെത്താനും കഴിഞ്ഞില്ല. അതായത് ആ ബോക്സിനകത്ത് ഒരു മനുഷ്യന്റെ മൂക്കാണെന്നത് സിയോങ് കണ്ടിട്ടില്ലല്ലോ. അത് ചിലപ്പോ കാശായിരിക്കാം എന്നാണ് സിയോങ് ചിന്തിക്കുന്നത്. ഇവളിങ്ങനെ അവിടെ തനിയെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആ കൾട്ട് ഗ്രൂപ്പിലെ മിൻസു എന്നൊരാൾ കാണുന്നുണ്ട്. അവളെ അകത്തേക്ക് വിളിച്ച് പെട്ടെന്ന് തന്നെ ആ ഡോറ് അകത്തു നിന്ന് ലോക്ക് ചെയ്യാണ്. ഇനി ചടങ്ങ് കഴിയാതെ ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. രണ്ടാമതായി ആ ഈവിൾ ഗോഡിന് സമ്മാനം കൊടുക്കുന്നത് സിയോൺ എന്ന സ്ത്രീയാണ്. അവരും ഒരു ബോക്സ് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആ ബോക്സിന് പിന്നിലെ ബാക്ക് സ്റ്റോറിയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കഥ തുടങ്ങുമ്പോ 4 പേര് ചേർന്ന് അവരുടെ സഹപ്രവർത്തകനായ ജിൻഹു എന്നൊരാളെ വെള്ളത്തിലേക്ക് പിടിച്ച് അയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തില് ഇതാണ് അവരുടെ കമ്പനി ബോസ് ആയിട്ടുള്ള ലീജിൻ. ഇതവന്റെ ഗേൾ ഫ്രണ്ട്. മറ്റു 2 പേര് അവരുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അവര് 2 പേരും ആണെങ്കിൽ ജിൻഹുവിനെ വെള്ളത്തിലേക്ക് പിടിച്ചു മുക്കി അയാളെ കളിയാക്കിക്കൊണ്ടിരിക്കുക. കാര്യം എന്താന്ന് വെച്ചാല് ഈ അടി മേടിച്ചു കൂട്ടുന്ന ജിൻഹുവിന് പ്രേതങ്ങളെ കാണാം. അപ്പോ അവനാണെങ്കിലോ ഈ ബിൽഡിങ്ങില് മൊത്തം പ്രേതങ്ങളാന്നും പറഞ്ഞ് ബഹളം വെച്ച് ലീജിന്റെ കമ്പനിയിലെ ജോലി ചെയ്തിരുന്ന എല്ലാവരും ജീവനും കൊണ്ട് ഓടിപ്പോയി. അങ്ങനെ കമ്പനി മൊത്തത്തിൽ അടച്ചുപൂട്ടിയ ഒരു അവസ്ഥയിലാണ്. ഇപ്പോ ആ പ്രേതങ്ങളെ കാണിച്ചു തരാൻ പറഞ്ഞാണ് പുള്ളിക്കാരനെ അവരിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇടിമേടിച്ച് കൂട്ടുമ്പോഴും മിൻഹു എന്താ പറയുന്നേ, സത്യമായിട്ടും ഇവിടെ പ്രേതമുണ്ട്, നിങ്ങൾക്ക് ചുറ്റും പ്രേതമാണെന്നും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടു നിന്ന ഗേൾ ഫ്രണ്ട് ലീജിനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനി എങ്ങാനും അയാൾ തട്ടിപ്പോയാ നീ ജയിലിലേക്ക് പോവേണ്ടി വരും. അവള് പതിയെ ചെന്ന് താഴെ വീണ് കിടക്കുന്ന മിൻഹുവിനോട് പറയാണ്, ശരി പോട്ടെ, ഇനി ഒരിക്കലും ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞു നടക്കരുത്. എന്തിനാണ് നിങ്ങളെ വെറുതെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്നത്? ഇത് കേട്ട് കരഞ്ഞോണ്ടിരുന്ന മിൻഹു ബോസിനെ നോക്കുമ്പോ ഒരു പെണ്ണിന്റെ പ്രേതം ലീജിന്റെ ഷോൾഡറിൽ കയറിയിരിക്കുകയാണ്. ഇതയാള് വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം അവരാരും തന്നെ വിശ്വസിക്കില്ല. ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും പ്രേതത്തെ കാണാൻ കഴിയില്ല. അവൻ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടാവണം. ഇപ്പോ മിൻഹു പറയാണ്, പ്രേതത്തെ കാണാനായി ചില മന്ത്രവാദ ചടങ്ങുകളൊക്കെ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രേതത്തെ കാണാൻ പറ്റൂ. അവരങ്ങനെ 2 പേര് ചേർന്ന് മിൻഹുവിന്റെ വീട്ടിലേക്ക് പോയി മന്ത്രവാദത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. ആ വീടിന്റെ ചുറ്റുപാട് കണ്ട് 2 പേർക്കും ശരിക്കും പേടിയാവാൻ തുടങ്ങി. കുറെ വിച്ച് ക്രാഫ്റ്റും വൃത്തികെട്ട സ്മെല്ലും. ഇത് വീടാണോ അതോ വല്ല മോർച്ചറിയാണോ? മിൻഹു ആണെങ്കില് മന്ത്രവാദത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ തെരഞ്ഞോണ്ടിരിക്കുക. ഇവർക്കാണെങ്കില് മിൻഹു എന്തോ കള്ളത്തരം കാണിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് വാടോ, കുറെ നേരായില്ലേ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. ഉടനെ തന്നെ മിൻഹു വില കൂടിയ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മദ്യക്കുപ്പി എടുത്ത് 2 പേർക്കും കാണിച്ചു കൊടുത്തു. ഇത് പ്രേതത്തിന് കൊടുക്കാനാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അങ്ങനെ 3 പേരും തിരിച്ച് ആ ഓഫീസ് ബിൽഡിങ്ങിലെത്തി. നീ വേഗം മന്ത്രവാദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്, ഞങ്ങൾക്കും പ്രേതത്തെ കാണാലോ. ഇതും പറഞ്ഞ് അവരെ മിൻഹുവിനെ കളിയാക്കി ഫുഡ് കഴിക്കുന്നുണ്ട്. അവൻ കൊണ്ടുവന്ന ഡ്രിങ്ക്സും കഴിക്കുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിലെ ഗേൾ ഫ്രണ്ട് മാത്രം മിൻഹു കൊണ്ടുവന്ന ഡ്രിങ്ക്സ് കഴിക്കുന്നില്ല. കാരണം അവൾക്ക് പുള്ളിക്കാരനെ അത്രയ്ക്ക് വിശ്വാസമില്ല. മിൻഹു അപ്പോഴേക്കും തിരിയൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവർക്ക് 3 പേർക്കും വയറ് വേദനിക്കുന്നു. അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഇതോടുകൂടി ഇത്ര നേരം അടി മേടിച്ച് ഒരു പാവത്തിനെ പോലെ നിന്നിരുന്ന മിൻഹു അവരെ നോക്കി ചിരിക്കുക. ഗേൾ ഫ്രണ്ട് തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞ് ലീജിൻ കണ്ണു തുറക്കുന്നു. അവൻ ബോധം തെളിഞ്ഞ് മറ്റു സുഹൃത്തുക്കളേക്ക് വിളിച്ചു നോക്കി. അവർക്കാർക്കും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ആ ചതിയനെ ഞാൻ ഇന്ന് കൊല്ലും. അപ്പൊ തന്നെ അവിടെ ഇടനാഴിയിൽ നിന്ന് മിൻഹുവിന്റെ ശബ്ദം കേൾക്കാം. മനഃപൂർവ്വം അവരെ പ്രൊവോക്ക് ചെയ്യാണ്. കൂട്ടുകാരെ, നമുക്ക് ഒളിച്ചു കളിച്ചാലോ? ഇത് കേട്ട് ലീജിന് നല്ല ദേഷ്യം വന്നു. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോ ആ പ്ലേസ് മുഴുവനും ടാലിസ്മാൻ ഹാങ് ചെയ്തിരിക്കുകയാണ്. തിരികളൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്നു. ചുമര് മുഴുവനും മന്ത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട് ലീജിൻ അങ്ങ് അന്തം വിട്ട് നിൽക്കുക. ലീജിന് അയാളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ എവിടെ തെരഞ്ഞു നോക്കിയിട്ടും പുള്ളിക്കാരനെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ സമയം ലീജിനെ നന്നായിട്ട് വയറ് വേദനിക്കുന്നുണ്ട്. എന്ത് വിഷ കലക്കി കൊടുത്തേന്നറിയില്ല. എങ്ങനെയെങ്കിലും പുറത്തേക്ക് രക്ഷപ്പെട്ടാ മതിയെന്നും പറഞ്ഞ് ലീജിൻ എക്സിറ്റ് ഡോറിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോ സ്റ്റെയറിലെ ഒരു മനുഷ്യൻ വായൊക്കെ തുറന്ന് ദേഹം മൊത്തം ബ്ലഡുമായി തുണി മണിയൊന്നുമില്ലാതെ ഒരു പ്രതിമയെ പോലെ നിൽക്കുകയാണ്. അനക്കൂല്ല. ഇത് കണ്ട് പേടിച്ചരണ്ട ലീജിൻ നേരെ അവന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോ തലയൊക്കെ നല്ല
നല്ല നീളായിട്ടൊരു മനുഷ്യൻ ആ മുറിയിൽ എന്തൊക്കെയോ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം ലീജിന്റെ മറ്റൊരു സുഹൃത്ത് ചുറ്റും പ്രേതങ്ങളെ കണ്ട് പേടിച്ച് എങ്ങോട്ടോടണം എന്നറിയാതെ അലറിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കഴുത്ത് നീണ്ട പ്രേതത്തിനെ കണ്ട് പേടിച്ചോടിയ ലീജിൻ തന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് ആ പ്രേതങ്ങളൊക്കെ ചേർന്ന് അവന്റെ 2 കണ്ണുകളും പറിച്ചെടുത്തിരുന്നു. അപ്പോഴും ആ കഴുത്ത് നീണ്ട ആ പ്രേതമില്ലേ, അത് കണ്ണ് പറിച്ചെടുത്ത കൂട്ടുകാരന്റെ തല പിടിച്ച് ചതക്കിയാണ്. പിന്നെ പറയണോ, ഈ നരകത്തിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതിയെന്നും പറഞ്ഞ് ലീജിൻ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ എക്സിറ്റ് ഡോറിന്റെ അടുത്തെത്തി. എന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോ ഒരു പ്രേതം അങ്ങനെ എയറിൽ പറന്ന് നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ അടച്ചു പിടിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ പറന്നു നിന്നിരുന്ന പ്രേതം താഴേക്കിറങ്ങി. രക്ഷപ്പെട്ടു. അവൻ കണ്ണു തുറന്ന് എക്സിറ്റ് ഡോറ് തുറക്കേണ്ട താമസം ലീജിൻ അവിടെ കാല് തന്നെ വീണു. തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ കാലിൽ ഒരു കയറിട്ട് കുരുക്കി ആ പ്രേതം അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കേൾക്കുന്നത് ലീജിന്റെ അലറി വിളിച്ചുള്ള കരച്ചില് മാത്രമാണ്. ഇതേ സമയം തന്നെ ഈ പരിപാടിയൊക്കെ ചെയ്തു വെച്ച മിൻഹു ഒരു ഭ്രാന്തനെ പോലെ ആ ബിൽഡിങ്ങിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ട് ലീജിനാണെങ്കിൽ പേടിച്ചിട്ട് ഒരു സ്ഥലത്ത് മറഞ്ഞിരുന്നു. അവനെ പ്രേതം കൊന്നിട്ടില്ല. ലീജിൻ, നീ എവിടെയാ, ഒളിച്ചിരിക്കുകയാണോ? ഇത് കേട്ട് ലീജിൻ ആ ഡോറ് പതിയെ തുറന്നു നോക്കി. മിൻഹു ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പറയണോ, ലീജിൻ അയാളുടെ കഴുത്തിന് കയറി പിടിച്ച് അയാളെ ഉപദ്രവിക്കുകയാണ്. നിനക്കെന്താ ചാവണോ? ഇത് കേട്ടിട്ടും മിൻഹു ആ ചിരി നിർത്തിയില്ല. പിന്നെ എന്തോ ഒരു ശബ്ദം കേട്ട് ലീജിൻ തിരിഞ്ഞു നോക്കുമ്പോ ആ തലയൊക്കെ നീണ്ട് നല്ല ഹൈറ്റുള്ള പ്രേതമില്ലേ, അത് അവന്റെ അടുത്തേക്ക് ചാടി വന്നോണ്ടിരിക്കുക. ലീജിൻ ഒരു വിധത്തില് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവര് ഡ്രിങ്ക്സും ഫുഡൊക്കെ കഴിച്ചിട്ട് ബോധം കെട്ട് വീണില്ലേ, അങ്ങോട്ട് ഓടിയെത്തി. ചെന്ന് നോക്കുമ്പോ എന്താ, ലീജിനും അവന്റെ കൂട്ടുകാരും അവിടെ മരിച്ചു കിടക്കുന്നു. ഈ ഒരു കാര്യം അവനെ കൊണ്ട് ഉൾക്കൊള്ളാനേ വയ്യ. സത്യത്തിലെ മിൻഹു ആണ് ആ ഡ്രിങ്ക്സില് പോയിസൺ കലർത്തി അവരെ കൊലപ്പെടുത്തിയത്. ഇപ്പോ അവരുടെ പ്രേതാത്മാക്കള് ഈ പ്രേത ലോകത്ത് ട്രാപ്പായി. സത്യം തിരിച്ചറിഞ്ഞ ലീജിൻ മിൻഹുവിന്റെ കാല് പിടിച്ച് കരയും. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേട്ട് ലീജിൻ അതേന്നും പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാതെ മിൻഹു അവിടെ നിന്ന് നടന്നുപോയി. ഇപ്പോ ലീജിൻ നോക്കുമ്പോ എന്താ, അവന് ചുറ്റും പ്രേതങ്ങളാണ്. അവർ ഇത്ര നാളും മിൻഹുവിനെ ഒരുപാട് ബുള്ളി ചെയ്തു, അയാളെ ഒരുപാട് ഉപദ്രവിച്ചു. അതിന് പ്രതികാരമായി ഇപ്പോ ആ പ്രേതങ്ങള് അവരെ 3 പേരെ ബുള്ളി ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് രണ്ടാമത്തെ കഥ അവസാനിക്കുന്നത്. ഇനി പ്രസന്റിലേക്ക് മടങ്ങി വരുമ്പോ ഇപ്പോ ആ ബോക്സിനകത്ത് ലീജിന്റെ കണ്ണുകൾ കാണാം. അങ്ങനെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ സമയം റിപ്പോർട്ടർ ചോയ് നമ്മുടെ നായികയെ പ്രഷർ ചെയ്തോണ്ടിരിക്കുക. ഇത്രയും നേരം വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ ഒരു ലേഡിയാണ്. അവരോട് സംസാരിച്ച് ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞ് ചോയ് അവളെ ചീത്ത പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. മറ്റുള്ളവര് നോക്കുമ്പോ അവള് മന്ത്രങ്ങളൊന്നും ജപിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, തനിയെ ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അവർ ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായും അവർക്ക് അവളെ ഡൗട്ട് തോന്നാം. ഈ സമയം സിയോങ് അവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആളോട് പതിയെ സംസാരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ സമ്മാനായിട്ട് ഏകദേശം 10 ലക്ഷം രൂപയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മതിയോ അത് കുറഞ്ഞു പോയോ? മറ്റുള്ളവര് എന്ത് ഗിഫ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് സിയോങ്ങിന് അറിയില്ലല്ലോ. ഇത് കേട്ടതോടെ അയാൾക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി തുടങ്ങി. കാരണം നമുക്കറിയാലോ, അവരെ സമ്മാനങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മനുഷ്യന്റെ കണ്ണും മൂക്കൊക്കെയാണെന്ന്. ഇപ്പോ കൂട്ടത്തില് സിയോൺ എന്നൊരു പെൺകുട്ടി ആ സാത്താനെ ഒരു ബോക്സ് സമ്മാനായിട്ട് കൊടുക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഇതെല്ലാം കണ്ടോണ്ടിരുന്ന ചോയ്ക്ക് ക്യാമറയുടെ കണക്ഷൻ കട്ടായി. അവിടെ എന്താണ് ഈ നടക്കുന്നതെന്ന് അവനെ കൊണ്ട് ഇപ്പൊ കാണാൻ വയ്യ. അങ്ങനെ തന്നെ ആ ബോക്സിന്റെ ബാക്ക് സ്റ്റോറിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ മൂന്നാമത്തെ കഥയുടെ പേരാണ് എക്സോസിസം നെറ്റ്. കഥ തുടങ്ങുന്നത് 3 ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ കാണിച്ചുകൊണ്ടാണ്. എയാങ്, സോമി, മിന. എയാങ് എന്നീ പെൺകുട്ടി നന്നായി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. സുഹൃത്തുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി. എന്നാൽ പെട്ടെന്നൊരു ദിവസം എയാങ്ങിന്റെ അച്ഛനും സഹോദരിയും മരണപ്പെട്ടു. അതിനെ തുടർന്ന് എയാങ്ങിന്റെ മാനസിക നില തെറ്റി അവളൊരു ഭ്രാന്തിയെ പോലെ പെരുമാറാൻ തുടങ്ങി. അതുമാത്രമല്ല, എയാങ് അവൾക്കറിയാത്ത പല പല ഭാഷകളിലും മറ്റാരുടെയൊക്കെയോ ശബ്ദത്തില് സംസാരിക്കാനും തുടങ്ങി. എയാങ് അവളെ തന്നെ സ്വയം മുറിവേൽപ്പിക്കുന്നു. കൺമുന്നിൽ കാണുന്ന എല്ലാവരെയും ആക്രമിക്കാനും തുടങ്ങി. എല്ലാവരും വിശ്വസിച്ചത് എയാങ്ങിന് ഭ്രാന്താണെന്നാണ്. പക്ഷേ അവളുടെ കൂട്ടുകാരികൾക്ക് മാത്രം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എയാങ്ങിന് ഏതൊരു പൈശാചിക ശക്തി പിടികൂടിയിരിക്കുകയാണ്. അല്ലാതെ ഇത്രയേറെ ഭാഷകളിൽ സംസാരിക്കാൻ അവളെ കൊണ്ട് കഴിയില്ല. അവളിപ്പോ ഒരു ഭ്രാന്താശുപത്രിയിലാണ്. തന്റെ കൂട്ടുകാരിക്ക് ഭ്രാന്തില്ല, അവൾക്ക് സാത്താൻ ബാധ കൂടിയതാന്ന് തെളിയിക്കാൻ എയാങ്ങിന്റെ ഫ്രണ്ട്സ് ആ മുറിയിലെ ക്യാമറ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡെയിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ഇന്റർനെറ്റിൽ ഷെയർ ചെയ്യും. ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ
ആണെങ്കിലോ വല്ല മന്ത്രവാദികളോ പുരോഹിതനോ അങ്ങനെ ആരെങ്കിലും. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവരെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അവരെ സഹായിക്കാനായിട്ട് മറ്റാരും തന്നെ മുന്നോട്ട് വന്നില്ല. ആ വീഡിയോസിന്റെ കമന്റ് മൊത്തം അവർക്കെതിരാണ്. ഇത് നുണയാണ്, ആക്ട് ചെയ്യാണ്, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു, എങ്ങനൊന്നും സംഭവിക്കില്ല, നുണയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ കഴിയും തോറും ഏയാങ്ങിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. ആ മുറിയിലേക്ക് വരുന്ന എല്ലാവരെയും അവൾ അറ്റാക്ക് ചെയ്യും, വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കും. എന്നിട്ട് ലോകത്ത് എവിടെയും കേട്ടിട്ടില്ലാത്ത ലാംഗ്വേജിലെ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ വിളിച്ച് പറയും. ഒരു ദിവസം കൂട്ടുകാരികൾ രണ്ടുപേരും ചേർന്ന് ഏയാങ്ങിനെ തന്നെ മോണിറ്റർ ചെയ്തോണ്ടിരിക്കുക. അന്ന് പ്രത്യേകിച്ച് സ്ട്രേഞ്ച് ആയിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോമി ആ സാത്താനെ ഓടിക്കാനായിട്ട് ബൈബിൾ എടുത്ത് വായിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന കേട്ട ഉടനെ തന്നെ ഏയാങ് ലാറ്റിൻ ഭാഷയില് അവളെ ചീത്ത പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. സോമിയെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ വയ്യ. അവരിപ്പോ ഉള്ളത് സ്കൂൾ കെട്ടിടത്തിലാണ്, ഏയാങ് ഉള്ളത് ആശുപത്രിയിലും. ആ ക്യാമറ വഴി സോമി പറയുന്നതൊന്നും ഏയാങ്ങിന് കേൾക്കാൻ പറ്റില്ല. സോമി പിന്നീടും തുടർന്ന് ബൈബിൾ വായിക്കും. ഉടനെ തന്നെ ആ സാത്താൻ അവളോട് പറയും, നീ അത് അടച്ചു പൂട്ടിയില്ലെങ്കില് നിന്നെ ഞാൻ കൊന്നുകളയും. ഇത് കേട്ട് പേടിച്ചു പോയ സോമി ഉടനെ തന്നെ കൂട്ടുകാരിയെ വിളിച്ച് എണീപ്പിക്കുകയാണ്. എന്നാലോ മീന ഇക്കാര്യം വിശ്വസിക്കില്ല. കാരണം കഴിഞ്ഞ ഒരു വർഷം അവർ ഈ കാര്യം ചെയ്യാൻ തുടങ്ങിയതാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് പലതവണ സാത്താൻ ബാധ ഒഴിപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ തെളിവിന് പോലും സ്ട്രേഞ്ച് ആയിട്ട് ഒന്നും തന്നെ സംഭവിച്ചില്ല. എക്സോസിസം ചെയ്യാൻ നീ എന്താ മന്ത്രവാദിയാണോ? അല്ലല്ലോ, ഇതൊക്കെ നിനക്ക് തോന്നിയതാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് മീന ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ സോമി തിരിച്ച് മോണിറ്ററിലേക്ക് നോക്കുമ്പോ ഇപ്പോ ആ മുറിയിലെ ഏയാങ്ങിനെ കാണുന്നില്ല. അവൾ ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോ പെട്ടെന്ന് എവിടെ നിന്ന് വന്നൂന്നറിയില്ല ഏയാങ് അവൾക്ക് നേരെ വിരല് ചൂണ്ടി. അങ്ങനെ തന്നെ സോമി പിറകിലേക്ക് നീങ്ങിപ്പോയി. അവള് താഴേക്ക് മറിഞ്ഞു വീണു. അവൾക്ക് ഈ കാര്യം വിശ്വസിക്കാൻ വയ്യ, ഞെട്ടിത്തെരിച്ച് നിൽക്കുക. ഈ സമയത്താണ് വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞു പോയ മീന അവളെ വീഡിയോ കോൾ ചെയ്യുന്നത്. അവളിപ്പോഴും ആ സ്കൂൾ കെട്ടിടത്തിലാണ്. അവളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. മീന തന്റെ ജീവനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. അതായത് ആശുപത്രിയില് പൂട്ടിയിട്ടിരിക്കുന്ന കൂട്ടുകാരി മീനയുടെ പിന്നാലെ. അതെങ്ങനെ? സോമി നോക്കുമ്പോ ശരിയാണ്, ഏയാങ്ങിനെ ആ മുറിയിൽ കാണുന്നില്ല. ഇത് കൈവിട്ട് പോയി എന്ന് അവൾക്ക് മനസ്സിലായി. ഇനി രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളൂ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. രണ്ടുപേരും ബൈബിളിലെ വചനങ്ങൾ ഉരുവിടുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ തനിയെ താഴേക്ക് വന്നു വീണു. ആ പൈശാചിക ശക്തി സോമിയുടെ കഴുത്ത് പിടിച്ചു ഞെരിക്കുക. എന്നാലും സോമി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവള് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ബെഡിനടിയിൽ ഒളിച്ചിരുന്ന ഡീമൻ വെളിയിലോട്ട് ഇറങ്ങി വന്നു. അത് പല പല ഭാഷകളിലാണ് സംസാരിക്കുന്നത്. ലാറ്റിൻ, ഉക്രൈനിയൻ, ജർമ്മൻ, അൽബേനിയൻ, കൊറിയൻ, അങ്ങനെ പല ഭാഷകളിലും. അവളെ കൊല്ല്, അവളെ കൊല്ല് എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. സോമി ശ്വാസം കിട്ടാതെ പെടയുമ്പോഴും അവള് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ ആ ഡീമനെ കൊണ്ട് കേട്ടിരിക്കാനും വയ്യ. നിർത്ത് പറഞ്ഞ് കരയുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥന നിർത്തിയില്ലെങ്കില് രണ്ടെണ്ണത്തിനെയും ഞാൻ ഇപ്പൊ തന്നെ കൊന്നുകളയും. ഈ കൂട്ടുകാരികളാണെങ്കില് ഏയാങ്ങിന്റെ അവസ്ഥ കണ്ട് കരയുന്നുണ്ട്. ഏയാങ്, നീ മടങ്ങി വായോ,